വയലറ്റ് ഡ്രീം കേക്കിന് ഗനാശ വേണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മിൽക്ക് ചോക്ലേറ്റ്, 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എല്ലാം കൂടെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. യൂസ് ചെയ്യുന്നത് നല്ല പ്രീമിയം ചോക്ലേറ്റ് തന്നെ ആവാൻ ശ്രദ്ധിക്കണം. ഗനാശ റെഡി ആയിട്ടുണ്ട്. ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. കേക്ക് സോക്ക് ചെയ്യാനായിട്ട് 1 കപ്പ് മിൽക്ക്, 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഞാൻ 1/8 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മധുരം ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. ചോക്ലേറ്റ് മൗസ് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്യുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുക്കണം. വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഗനാശയിൽ നിന്ന് 1/2 പോർഷൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് ചോക്ലേറ്റ് മൗസ്. ഇതാണ് നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. ഇതേപോലെയുള്ള ടിന്നാണ് നമുക്ക് വേണ്ടത്. 8 ഇഞ്ച് ടിന്നാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ഷോപ്പിലും കിട്ടും. 1 kg ടോട്ട് കേക്കിന്. ഇതിലേക്ക് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി മിൽക്ക് സിറപ്പ് വെച്ച് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ലെയർ വരുന്നത് ചോക്ലേറ്റ് മൗസ്. അത് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡാക്കി എടുക്കുക. ഇനി 10 മിനിറ്റ്സ് ഫ്രീസറിൽ ഇത് വെക്കണം. അതിനുശേഷമാണ് നെക്സ്റ്റ് ലെയർ നമ്മൾ ചെയ്യുന്നത്. തേർഡ് ലെയർ വരുന്നത് ചോക്ലേറ്റ് ഗനാശ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് ഒരേപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഫ്രീസറിൽ വെക്കണം. ഓരോ ലെയർ ചെയ്യുമ്പോഴും ഫ്രീസറിലാണ് നമ്മൾ വെക്കേണ്ടത്. ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. 4th ലെയറിന് വേണ്ടിയിട്ട് മിൽക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. 1/2 കപ്പ് മിൽക്ക് ചോക്ലേറ്റ് എടുത്തത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡാക്കി കൊടുക്കണം. തിൻ ലെയറായിട്ടാണ് സ്പ്രെഡാക്കേണ്ടത്. എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡാക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് 10 മിനിറ്റ്സ് ഫ്രീസറിൽ വെക്കണം. ഫൈനൽ ലെയർ കൊക്കോ പൗഡർ ജസ്റ്റ് ഒന്ന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.